അല്ല, യോഗത്തിൽ പങ്കെടുക്കാൻ വന്നു. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി അയച്ച കത്തിൻ്റെ ആ ഒരു അന്തസത്ത മീറ്റിങ്ങിൽ ഉയർത്തിപ്പിടിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അക്കാര്യം കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇന്നത്തെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിൽ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നത് ശക്തിപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകേണ്ട ഒരു ഘട്ടമാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ, ഇന്ത്യ ബ്ലോക്ക് പാർട്ടികൾക്കിടയിൽ തമ്മിൽ തല്ലിക്കൊണ്ട് അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു പ്രതിപക്ഷ നിരയുടെ ആ തിളക്കം നഷ്ടപ്പെടുത്തരുത്, അതിൻ്റെ കുതിപ്പ് ഇല്ലാതാക്കരുത് എന്നുള്ള ഒരു അപേക്ഷ ഞങ്ങൾക്ക് ഈ യോഗത്തിൽ വെക്കാനുണ്ട്. മാത്രമല്ല, 2023 ജൂണിലാണ് ഇന്ത്യ ബ്ലോക്ക് യഥാർത്ഥത്തിൽ രൂപീകൃതമാകുന്നത്, പട്നയിൽ വെച്ചിട്ട്. 3 വർഷമായി. ഈ 3 വർഷക്കാലത്തിനിടയ്ക്ക് എന്തൊക്കെയാണ് നമ്മൾ നിലപാടുകൾ കൈക്കൊണ്ടത്, എത്ര പാർട്ടികൾ ഇങ്ങോട്ട് വന്നു, എത്ര പാർട്ടികൾ പുറത്തേക്ക് പോയി, എന്തുകൊണ്ട് അവർ പോയി, ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ച് 2 സ്റ്റെപ്പ് പിന്നോട്ട് വെക്കുന്നതാണോ ഇന്ത്യ ബ്ലോക്കിൻ്റെ രാഷ്ട്രീയം? മാത്രമല്ല, ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന വ്യക്തികൾ നൈമിഷികമായ ചെറിയ ചെറിയ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ദുരാരോപണങ്ങൾ ഉന്നയിച്ച് ഇന്ത്യ ബ്ലോക്കിൻ്റെ ഒരു ഒരുമയെയും ഐക്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നതാണോ ഇന്ത്യ ബ്ലോക്കിൻ്റെ നയം? ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വരും. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു കത്ത് കൊടുത്തിരുന്നു ജനറൽ സെക്രട്ടറി മല്ലികാർജ്ജുൻ ഖർഗെക്ക്. അതിൽ പറയുന്നത് പിണറായി വിജയനെ എന്തുകൊണ്ട് ED അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് നിരന്തരം രാഹുൽ ഗാന്ധി അവിടെ വന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ മോദി പിണറായി ബന്ധം പറയുന്നു, RSS ബന്ധം പറയുന്നു. അപ്പോൾ ഈ സഖ്യം രൂപീകരിക്കാൻ നിന്ന പ്രധാനപ്പെട്ട പാർട്ടിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല എന്നാണ് പാർട്ടി നിലപാട് അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ നിലപാട് സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ വിയോജിപ്പുണ്ട്. എന്താ കാരണം? അതായത് ചെറിയ ചെറിയ സ്ഥാനങ്ങൾക്ക് വേണ്ടി, ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടി, ഒരു രാജ്യസഭാ സീറ്റിന് വേണ്ടിയിട്ട് ഈ ഇന്ത്യ ബ്ലോക്കിൻ്റെ ഒരുമയും ഐക്യവും തകർക്കുവാണ്. കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയും ഞങ്ങളും ഭിന്ന ധ്രുവങ്ങളിലാണ്. അത് ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെ എന്തൊക്കെ പറയാൻ പറ്റുമോ അത്രയൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്, പാർലമെൻറ്റിലും പുറത്തും. പക്ഷേ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യ ബ്ലോക്കിൻ്റെ നേതാക്കളും മാത്രമല്ല, ഞങ്ങളുടെ പിൻബലവും പിന്തുണയും കൂടി ഉൾപ്പെടുന്ന ഒരു സംവിധാനത്തിൻ്റെ നേതൃത്വം അലങ്കരിക്കുന്നവരാണ്, പ്രതിപക്ഷ നേതാക്കളാണ്. കല്ല് വച്ച നുണ വന്ന് എഴുന്നള്ളിക്കുന്നു എന്തെങ്കിലും ഈ പറയുന്ന പരിമിതമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി. ഇതിൻ്റെ പ്രയോജനം ആർക്കാണ്? കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് BJP-യെ നേരിടുന്നതിലോ BJP-യുമായി പോരടിക്കുന്നതിലോ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യവും ഇടതുപക്ഷ പാർട്ടിക്കില്ല, CPM-നില്ല. 2004 ഞങ്ങൾ കോൺഗ്രസ്സുകാരെ തോൽപ്പിച്ച് 63 MP-മാരുമായി ഡൽഹിയിൽ വന്നപ്പോൾ ഒരു താലത്തിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ പിന്തുണ കോൺഗ്രസ് പാർട്ടിക്ക് നൽകിയത്. ഒരു ഗ്യാസ് കണക്ഷനല്ല, ഗ്യാസ് സിലിണ്ടർ ഇന്നത്തെ സാഹചര്യത്തിൽ തിരിച്ച് ഞങ്ങൾ ചോദിച്ചോ? ഇവരൊക്കെ വലിയ വലിയ മന്ത്രിസ്ഥാനങ്ങൾ അലങ്കരിച്ചവരല്ലേ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള ആൾക്കാർ, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ. ഞങ്ങളുടെ പിൻബലത്തിലല്ലേ അവരൊക്കെ മന്ത്രിസ്ഥാനങ്ങൾ അലങ്കരിച്ചത്. ഞങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത്. ആശയപരമായും പ്രത്യയശാസ്ത്രപരമായും രാഷ്ട്രീയപരമായിട്ടും BJP-യെ നേരിടുന്നതിൽ ഇടതുപക്ഷത്തിനും CPM-നും കോൺഗ്രസിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം ഇന്ത്യ ബ്ലോക്കിൻ്റെ നേതാക്കളെന്ന് നടിക്കുകയും ചെയ്യുന്നു, ഇതുപോലുള്ള വില കുറഞ്ഞ ആരോപണങ്ങൾ വന്ന് ഉന്നയിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. അത് സ്വാഭാവികമായിട്ടും ഇന്ത്യ ബ്ലോക്കിൻ്റെ ഒരുമയെ, ഈ ഇന്ത്യ ബ്ലോക്കിൻ്റെ ഇൻക്ലൂസിറ്റിവിറ്റിയെ തകരാറിലാക്കും. ഇപ്പോൾ ജാർഖണ്ഡിൽ നടക്കുന്നത് ഒരു രാജ്യസഭാ സീറ്റിന് വേണ്ടി ജയമുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് DMK-യുമായിട്ട് വലിയ വിലപേശൽ നടത്തി 3 സീറ്റുകൾ അധികം നിയമസഭയിലേക്ക് വാങ്ങി, ഒരു രാജ്യസഭാ സീറ്റും വാങ്ങി പോക്കറ്റിലിട്ടു. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന് കണ്ണ് ചിമ്മുന്ന വേഗതയിൽ TVK-ക്ക് സപ്പോർട്ട് കൊടുത്തു. എന്തിനു വേണ്ടിയാ? 2 മന്ത്രിസ്ഥാനം കിട്ടാൻ വേണ്ടി, ഒരു രാജ്യസഭാ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട്. ഈ രാജ്യമെന്ന് പറയുന്നത് ഒരു മന്ത്രിസ്ഥാനത്തേക്കാൾ വലുതാണ് എന്നുള്ള ഒരു ബോധ്യം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു കാര്യം ഞാൻ പറയട്ടെ, മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ സോണിയാഗാന്ധിയെ പോലുള്ള നേതാക്കൾ ഇതുപോലുള്ള വിഷലിപ്തമായ പ്രചരണങ്ങളിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. കോൺഗ്രസിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ഞങ്ങൾക്കെതിരെ പറഞ്ഞതിനെ കുറിച്ച് ഞങ്ങളത് മുണ്ടിയിട്ടില്ല. അപ്പോൾ ഞാനും മല്ലികാർജ്ജുൻ ഖാർഗെയും ഞാനും രാഹുൽ ഗാന്ധിയും തുല്യതലൊക്കെയാണോ? ആണോ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? അത് അവരംഗീകരിക്കുമോ? ഞങ്ങൾ ഉദ്ദേശിച്ചത് കോൺഗ്രസിനും ഞങ്ങൾക്കിടയിലുള്ള പോരാട്ടം നടക്കട്ടെ. ആ പോരാട്ടത്തിനൊരു മാന്യതയുണ്ട്. ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി രാവും പകലും ഇവിടെ ഇരുന്ന് കോൺഗ്രസിനെതിരെ എന്തെങ്കിലും പറയാറുണ്ടോ? പറയാറില്ല. അപ്പോൾ ഓരോ സ്ഥാനത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു മഹിമയുണ്ട് എന്നുള്ള ഒരു
അടിസ്ഥാന ബോധ്യമെങ്കിലും ഇവർക്കുണ്ടാകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ കോൺഗ്രസ് നിലപാട് ഈ സഖ്യം തകർക്കുന്നതാണോ? കോൺഗ്രസിന്റെ നിലപാട് ഈ സഖ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നാണോ പറയുന്നത്? കോൺഗ്രസിന്റെ പല നിലപാടുകളും ഈ സഖ്യത്തിന്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് വിഘാതം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 2023 പറ്റ്നയിൽ വെച്ച് ഇന്ത്യ ബ്ലോക്ക് രൂപീകൃതമായ ശേഷം എത്ര പാർട്ടികൾ ഈ ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് പോയി? യഥാർത്ഥത്തിൽ നിതീഷ് കുമാറിന്റെ JDU ഈ മുന്നണിയിൽ നിന്ന് പോകാനുള്ള കാരണം എന്തായിരുന്നു? അതിലും കോൺഗ്രസ് പാർട്ടിയുടെ പങ്കുണ്ടല്ലോ. DMK പോകാനുള്ള കാരണം എന്താണ്? ആം ആദ്മി പാർട്ടി പോകാനുള്ള കാരണം എന്താണ്? അതൊക്കെ ഇവരുടെ പരിമിതമായ സങ്കുചിതമായ രാഷ്ട്രീയത്തിന് വേണ്ടി കോൺഗ്രസ് പാർട്ടി ബാറ്റ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പാർട്ടികളൊക്കെ മുന്നണി വിട്ടുപോയത്. യഥാർത്ഥത്തിൽ JDU ഇന്ത്യ ബ്ലോക്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ 2024 ഇലക്ഷനിൽ നരേന്ദ്രമോദി എന്നുള്ള വിപത്ത് വീണ്ടും ഈ രാജ്യത്തിന്റെ ഭരണാധിപത്യത്തിലേക്ക് വരുമായിരുന്നോ? ഇല്ല. ഇന്ന് രാജ്യത്തുടനീളം ഈ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ വലിയ രോഷവും അസംതൃപ്തിയും നുരഞ്ഞു പൊന്തുകയാണ്. ഈ കോക്രോച്ചിൽ നമ്മൾ അത് പ്രതിഫലിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രതിപക്ഷമാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന് വഴികാട്ടേണ്ടത്. അങ്ങനെ വഴികാട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സഖ്യത്തിന്റെ നേതൃപദവി അലങ്കരിക്കുന്ന കോൺഗ്രസ് പാർട്ടി കുറേം കൂടി വിശാലമായി യുക്തിഭദ്രമായിട്ട് ഈ മുന്നണിയെ നയിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ ജനറൽ സെക്രട്ടറി കൊടുത്ത കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ CPM BJP ഡീൽ എന്ന ആരോപണം ആവർത്തിച്ച് പ്രധാനപ്പെട്ട നേതാക്കൾ ഉന്നയിച്ചു എന്നാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഈ സഖ്യത്തിലെ മറ്റ് പല നേതാക്കളും തന്നെ പറയുന്നത് കോൺഗ്രസ് BJP ഡീലുണ്ട് എന്ന് കാലങ്ങളായി നിരന്തരം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് CPM ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കേരളത്തിൽ എത്രയോ വാഗ്വാദങ്ങളും വാദപ്രതിവാദങ്ങളും നടക്കാറുണ്ട്. എന്തിനേറെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പോലും പാർലമെന്റിനുള്ളിൽ പോലും ഞങ്ങൾക്കെതിരെ വാദപ്രതിവാദങ്ങൾ നടത്താറുണ്ട്. ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഒരു പരാതിയോ അല്ലെങ്കിൽ കത്തോ നൽകിയിട്ടില്ല. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇന്ത്യ ബ്ലോക്കിന്റെ തലപ്പത്തിരിക്കുന്ന ഞങ്ങളുടെ കൂടി പിൻബലത്തോടു കൂടി സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന നേതാക്കൾ കുറേയും കൂടി വിശാലമായ രാഷ്ട്രീയം പ്രയോഗിക്കണമെന്നുള്ളതാണ്. അതല്ലാതെ എല്ലാ കോൺഗ്രസ്സുകാരും ഞങ്ങളെക്കുറിച്ച് നല്ലത് പറയണമെന്ന് ഞങ്ങൾ പറയണ്ടോ? അവർ നല്ലത് പറയുമോ? മോശം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസിന്റെ സമന്വിതരായ നേതാക്കൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് പാർലമെന്റിനുള്ളിലും പുറത്തും. ഞങ്ങൾ എന്തെങ്കിലും വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ടോ? അതൊന്നും ഞങ്ങൾ പറയാൻ നിന്നിട്ടില്ല. രാഷ്ട്രീയത്തിന് ഒരു മര്യാദയുണ്ടെന്ന്, ആ ഒരു രാഷ്ട്രീയ സദാചാരം പാലിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ കത്തിൽ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ വ്യത്യാസമുണ്ട്, നമ്മൾ നേരിടും, പോരാടും. പക്ഷെ ഇത്തരം പദവികൾ അലങ്കരിക്കുന്ന ആൾക്കാർ അവരുടെ നിലവാരത്തിന് ഉതകുന്ന രീതിയിലല്ലാതെ പെരുമാറുമ്പോൾ അത് സഖ്യത്തിന്റെ മുമ്പോട്ടുള്ള പ്രയാണത്തെ പ്രതികൂലമായി ബാധിക്കും. അതിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, അതായത് കോൺഗ്രസിനെതിരെ ഞങ്ങൾ ആരോപണം ഉന്നയിക്കാറുണ്ട്. ഏത് തലത്തിലാണ് ഇങ്ങനെയുള്ളതൊക്കെ നടക്കേണ്ടതെന്നുള്ളതാണ് നമ്മുടെ ചർച്ച. ഇപ്പം നേരത്തെ തന്നെ ഞാൻ ചോദിച്ചല്ലോ, ഞാനും രാഹുൽ ഗാന്ധിയും തുല്യ തലത്തിലാണോ എന്നുള്ള ചോദ്യത്തിന് അല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി കിട്ടിയില്ലേ? അപ്പൊ ഈ യോഗത്തിൽ ഇന്ന് പ്രതിഷേധം ഈ നിലപാട് അറിയിക്കും. യോഗത്തിൽ ശക്തമായി ഞങ്ങൾക്ക് പറയാനുള്ളത് പറയും. അത് മാത്രമല്ല, കോൺഗ്രസിന്റെ നേതാക്കൾ ഞങ്ങളെ വിളിച്ചിരുന്നു, എന്നെ വിളിച്ചിരുന്നു. കോൺഗ്രസ് നേതൃത്വവുമായിട്ട് കഴിയുമെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള യോഗത്തിന് ഒരു മീറ്റിംഗിന്റെ സാധ്യത കൂടി അവർ ആരായുന്നുണ്ട്. മമതാ ബാനർജി ഇന്ന് ആവശ്യപ്പെടുന്നത് ഈ ബംഗാളിൽ BJP നടത്തുന്ന ഈ വേട്ടയ്ക്ക് അതിനൊരു പ്രതിരോധത്തിന് ഇന്ത്യ സഖ്യത്തിന്റെ പിന്തുണ തേടാൻ വേണ്ടിയിരിക്കുകയാണ്. CPM ഈ പിണറായി വിജയനെതിരെ ഇപ്പോൾ നടക്കുന്ന ഈ ED ഈ നീക്കങ്ങൾ അത് പ്രതിരോധിക്കാൻ ഇന്ത്യ സഖ്യത്തിന്റെ മറ്റ് കക്ഷികളുടെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പിന്തുണ തേടും. ഇല്ല, ഞങ്ങൾ അക്കാര്യത്തിൽ ഒന്നും തേടാൻ പോകുന്നില്ല. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഈ കോൺഗ്രസ് നേതാക്കളും ഇന്ത്യ സഖ്യ നേതാക്കളും ഈ CMRL ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് വീണയിൽ ആരോപിക്കപ്പെടുന്ന കുറ്റത്തെക്കാൾ 10 മടങ്ങ് ഗൗരവമുള്ള കുറ്റം അനുഷ്ഠിച്ച അവരുടെ മന്ത്രിസഭയിൽ ഉൾപ്പെടെ ഇരിക്കുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ ശ്രമിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇന്നിപ്പോൾ ദില്ലിയിൽ വിവിധ ഒരുപാട് ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മുൻപ് രാഹുൽ ഗാന്ധിക്കെതിരെ പിണറായി വിജയൻ അടക്കമുള്ള പ്രധാനപ്പെട്ട ഇന്ത്യ സഖ്യ നേതാക്കളൊക്കെ പറഞ്ഞ വരികൾ വെച്ചാണ് ഈ ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സഖ്യത്തിൽ വിള്ളലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഫ്ലെക്സ് എന്നാണ് പറയപ്പെടുന്നത്. അത് ഈ ഫ്ലെക്സുകൾ ആരാ വെച്ചത്? കോൺഗ്രസ്സുകാരായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അതെ, ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇന്ത്യ ബ്ലോക്ക് രൂപീകരിച്ച സമയത്ത് സംസ്ഥാനങ്ങളിൽ വിയോജിപ്പുണ്ട്, അതിന് തർക്കമില്ല. പക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ BJPയെ മാറ്റി നിർത്താൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. ഇത് ഞങ്ങളുടെ ഏതെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുള്ളൊരു സമീപനമല്ല, എത്രയോ പതിറ്റാണ്ടായിട്ടുള്ള സമീപനമാണ്. ഞാൻ നേരത്തെ 2004 കാര്യം പറഞ്ഞല്ലോ.
അതുകൊണ്ട് ആ സമീപനത്തിൽ പ്രത്യേകിച്ച് ഒരു അപാകതയും ഇല്ല എന്ന് ഞങ്ങളുടെ പാർട്ടി കണ്ടെത്തിയതാണ്, എല്ലാ പാർട്ടികളും കണ്ടെത്തിയതാണ്. ഇപ്പം TMCക്കെതിരെ ഞങ്ങൾ നിലപാട് സ്വീകരിക്കുമ്പോൾ പോലും TMCയെ പിളർത്തിയിട്ട് ഗവൺമെൻറ് മാത്രം പോരാ, പ്രതിപക്ഷ ആ സ്പേസും കൂടി ഞങ്ങൾക്ക് വേണമെന്നുള്ള BJPയുടെ നിലപാടിനെയൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. മാത്രമല്ല പാർലമെൻറ്റിൽ ഞങ്ങൾ സംയുക്തമായിട്ടല്ലേ നീങ്ങുന്നത്. TMCക്കെതിരെ ഞങ്ങൾ പോരടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും TMCയുമായിട്ട് സഹകരിച്ചാണ് ഇടതുപക്ഷം പാർലമെൻറ്റിൽ പ്രവർത്തിച്ചത്. അപ്പോൾ ആ രൂപത്തിലുള്ളൊരു രാഷ്ട്രീയമാണ് ഇന്ത്യയിലുള്ളത്. ബംഗാൾ ഒരു ഐക്യം സാധ്യമാകുമോ? അല്ല, അതൊക്കെ ഇനി വരാൻ പോകുന്ന കാലമല്ലേ. ഐക്യമാണ് മമത ആഗ്രഹിക്കുന്നത്. അല്ല, മമതയ്ക്ക് ആഗ്രഹിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ. എല്ലാവർക്കും അവരുടേതായ ആഗ്രഹമുണ്ട്. പക്ഷേ മമത കഴിഞ്ഞ 10-15 വർഷക്കാലം ബംഗാളിൽ ചെയ്തു കൂട്ടിയതിനെ കുറിച്ചും കൂടി അവർ ആത്മവിശ്വാസം നടത്തുന്നത് നല്ലതാണ്. സാർ, വേറൊരു കാര്യം, കേരളത്തിലൊരു കാര്യം, ഇപ്പൊ ഈ ബെന്നി തോമസ് രാജിവെച്ചിരിക്കുകയാണ്. അപ്പൊ അതോടുകൂടി ആ ഒരു വിഷയം കഴിഞ്ഞു എന്നാണ്. അത് നമ്മൾ ഇതിന്റെ ഗൗരവം ചോർത്തിക്കളയരുത്. പ്രതികരിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. ആ വിഷയത്തിൽ നിയമനത്തില് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ MV ജയരാജനല്ലേ വിശദമായ ഒരു പ്രസ്താവന ഇറക്കിയത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലല്ലേ അദ്ദേഹത്തിന്റെ അളിയൻ രാജിവെച്ചത്. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഞങ്ങളുടെ ആക്രമണം കൊണ്ട് പൊറുതിമുട്ടിയിട്ടാണ് സണ്ണി ജോസഫിന്റെ അളിയൻ രാജിവെച്ചതെന്ന് നിങ്ങളുടെ ചാനലിലും നിങ്ങളുടെ പത്രത്തിലും പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.